ഒരിക്കൽ കൂടി ദേവൂസ് ഹോമിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വിങ്ഡ് ഐലൈനർ ട്യൂട്ടോറിയൽ ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ ലേറ്റ് ആക്കണ്ട, നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ എടുക്കുന്ന ഐലൈനർ വന്നിട്ട് കളർ എസൻസിൻ്റെ സൂപ്പർ എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഐലൈനറാണ്. അത്യാവശ്യം നല്ലൊരു ഐലൈനറാണ് ഇത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് എനിക്ക് തോന്നുന്നു 149 രൂപയാണെന്ന് തോന്നുന്നു, കറക്റ്റ് അറിയില്ല. എങ്കിലും 100 എബോ ആണ് ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഐലൈനറാണ്, വാട്ടർ പ്രൂഫാണ്. പിന്നെ ഇതിൻ്റെ ക്വാണ്ടിറ്റി 6 ml പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ഐലൈൻ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഐലൈനർ വെച്ചിട്ട് നമുക്ക് ഐലൈൻ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് കണ്ടിട്ട് വരാം. അപ്പോൾ ഞാൻ ഐലൈനർ വരയ്ക്കുന്നതിന് മുൻപായിട്ട് കുറച്ച് പൗഡർ കണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഹിമാലയയുടെ ബേബി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് കണ്ണിൽ ഐലൈനർ വരച്ചതിന് ശേഷം ചിലപ്പോൾ ഒക്കെ പെട്ടെന്ന് ഐലൈനർ മാഞ്ഞു പോവില്ലേ, അപ്പോൾ അത് വരാതിരിക്കാനും അതുപോലെ തന്നെ ചിലരുടെ കണ്ണൊക്കെ പെട്ടെന്ന് ഓയിലി ആവും. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബേസായിട്ട് ഇങ്ങനെ പൗഡർ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാടൊന്നും ഇട്ട് കൊടുക്കേണ്ട, കുറച്ചെടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കത് തുടച്ചു മാറ്റാം. ഇനി നമുക്ക് ഐലൈൻ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഈ ഒരു ഐലൈനറാണ് എടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ പ്രോഡക്റ്റ് ഇല്ലേ, എക്സസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് നമ്മൾ ആ ഒരു ബോട്ടിലിൽ തന്നെ ഇങ്ങനെ ആക്കി കൊടുക്കുക. നല്ല തിന്നായിരിക്കണം, നമ്മുടെ ബ്രഷ് വന്നിട്ട് നല്ല തിന്നായിട്ടിരിക്കണം, എങ്കിലേ നമുക്ക് പെർഫെക്റ്റായിട്ട് വരയ്ക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നന്നായിട്ട് അതിൻ്റെ പ്രോഡക്റ്റൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം, എക്സസ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്, റിമൂവ് ചെയ്തതിന് ശേഷം ഇതുപോലെ തിന്നാക്കുക. എന്നിട്ട് നമുക്കിനി ഐലൈൻ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. വിങ് ലൈൻ ചെയ്യാനായിട്ട് നമ്മുടെ കണ്ണിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്ന് വേണം നമ്മൾ ലൈൻ കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ചെറിയൊരു ലൈൻ ഇതുപോലെ മുകളിലോട്ട് വരച്ചു കൊടുക്കാം. ഇതാ കണ്ടില്ലേ, അപ്പോൾ ഇതുപോലെ ഒരു ചെറിയൊരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം നമ്മുടെ ആ ഒരു ലൈൻ എൻഡ് ചെയ്ത ഭാഗത്തുനിന്ന് നമ്മുടെ കണ്ണിലോട്ട് ചെറുതായിട്ടൊരു ലൈൻ ഇതുപോലെ വീണ്ടും വരച്ചു കൊടുക്കുക. ഒരു ട്രയാങ്കിൾ പോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഭാഗം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു സെൻറ്ററിൽ നിന്ന് നമ്മൾ നേരത്തെ വരച്ച ആ ഒരു ലൈനിലോട്ട് ഇങ്ങനെ ഐലൈനർ വരച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് കണ്ണിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇതുപോലെ ലൈൻ ചെയ്ത് കൊടുക്കുക. വളരെ നൈസായിട്ട് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ആ ഒരു ബേസ് കിട്ടിയതിന് ശേഷം നമുക്ക് ഡാർക്കാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഈ ഒരു കണ്ണിൽ വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി കട്ടിയായിട്ട് വരയ്ക്കാം, അതായത് കുറച്ചും കൂടി തിക്കായിട്ട് വരയ്ക്കാം. പക്ഷേ എനിക്ക് ഇത്രയും ഈ ഒരു രീതിയിൽ വരയ്ക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ അടുത്ത കണ്ണിലും കൂടി ഇതുപോലെ വരച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ 2 കണ്ണിലും മുകളിൽ ഇതുപോലെ വരച്ചിട്ടുണ്ട്. ഇനി ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഐലൈനർ വെച്ചിട്ട് ആ ഒരു നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു പോയിൻ്റില്ലേ, അവിടെ നിന്ന് ഇതുപോലെ താഴേക്ക് ചെറുതായിട്ടൊന്നിങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു അടിഭാഗത്തോട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കുകയാണ്. ഫുൾ വരയ്ക്കുന്നില്ല, ജസ്റ്റ് ആ ഒരു പോയിൻ്റ്, ആ ഒരു കണ്ണിൻ്റെ അറ്റത്തുണ്ടാവുന്ന ആ ഒരു ഭാഗമില്ലേ, അപ്പോൾ അവിടെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ 2 കണ്ണിൽ ഞാൻ ഇതുപോലെ വരച്ചിട്ടുണ്ട്. ഒരു ട്രയാങ്കിൾ പോലെ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ലാസ്റ്റ് ചെയ്യാം. നമ്മൾ താഴെ കാജലൊക്കെ എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് ലാസ്റ്റ് ചെറുതായിട്ടൊന്നിങ്ങനെ ഐലൈനർ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഫസ്റ്റ് ചെയ്തു എന്നേ ഉള്ളൂ. ഇനി ഞാൻ താഴെ ഇങ്ങനെ കാജൽ വെച്ച് വരയ്ക്കാൻ പോവുകയാണ് കണ്ണിൻ്റെ താഴെ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഐക്കോണിക്കിൻ്റെ കാജലാണ്. അപ്പോൾ നമ്മൾ നോർമലായിട്ട് വരയ്ക്കുമല്ലോ കണ്ണിൻ്റെ അടിയിൽ, അപ്പോൾ അതുപോലെ വരയ്ക്കാം. ഞാനെപ്പോഴും നമ്മുടെ ആ ഒരു കണ്ണിൻ്റെ ആ ഒരു സൈഡിൽ നിന്നാണ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത്. അവിടെ ഞാൻ കുറച്ചിങ്ങനെ ഡാർക്കാക്കി കൊടുക്കും. എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും കുറച്ച് തിന്നായിട്ട് വരച്ചു കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്.
അപ്പോൾ ഞാൻ എന്താ 2 കണ്ണിൽ ഇതുപോലെ കാജൽ എഴുതിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഞാൻ ചെയ്യുന്നത് മസ്കാര ഇടുകയാണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഡാസ്ലറിൻ്റെ മസ്കാരയാണ്. എന്നിട്ട് മസ്കാര ഇതുപോലെ ഇട്ട് കൊടുക്കുക. നമ്മളൊരു 2-3 കോട്ട് മസ്കാര ഇട്ട് കൊടുക്കണം, എങ്കിലേ കൺപീലിയൊക്കെ നല്ല രീതിയിൽ ഇരിക്കുള്ളൂ. ഇപ്പോൾ കണ്ണെഴുതുമ്പോൾ ചിലപ്പോൾ മുകളിൽ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു മുകളിൽ പറ്റിയത് ജസ്റ്റ് ഇങ്ങനെ തുടച്ച് കളയുക. എന്നിട്ട് നമ്മുടെ ആ യൂസ് ചെയ്ത പൗഡറില്ലേ, അപ്പോൾ ആ ഒരു പൗഡർ ഒന്ന് നമ്മൾ അവിടെ നിന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ടത് തുടച്ച് മാറ്റുക. അപ്പോൾ നമുക്ക് ആ ഒരു കറുത്ത അടയാളം അവിടെ ഉണ്ടാവത്തില്ല. അപ്പോൾ ഇതാ നമ്മൾ കംപ്ലീറ്റ് കണ്ണെഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇനിയും വിങ് ലൈനൊന്നും ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി എല്ലാവരും ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.